morning to all. I am Swapna Shaji, Assistant Professor, Department of Commerce, Nirmala College, Muvatupuzha. Through this video, I want to share about what you mean by loss of profit policy, and this is my 9th video regarding the topic insurance claim, and it is a part of Corporate Accounting 1 of Mahatma Gandhi University, BCom 3rd semester students. So, through this video, I am going to share about the meaning of loss of profit policy and the difference between loss of profit policy and the loss of stock policy and some important terms related to the loss of profit policy. Okay, അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം കുറേ വീഡിയോസിലൂടെ നമുക്കൊരു ഇൻഷുറൻസ് ക്ലെയിം എങ്ങനെ കണ്ടുപിടിക്കാം, മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും എന്താണ്, ലോസ് ഓഫ് സ്റ്റോക്ക് എത്രയാണ് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ എന്താണ് ഈ ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി, അതിൻ്റെ മീനിങ് എന്താണ്, അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, വാട്ട് യു മീൻ ബൈ ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി? എ ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി ഈസ് എ പോളിസി അറ്റാച്ച്ഡ് ടു ദി ഫയർ ഇൻഷുറൻസ് പോളിസി വെയർ the insured will be compensated also for loss in profit due to interruption in business activities due to fire in addition to loss of stock. നമുക്കറിയാം, ലോസ് ഓഫ് സ്റ്റോക്ക് പോളിസി എന്ന് വെച്ചാൽ തീപിടുത്തമുണ്ടായ അന്ന് നമ്മുടെ കമ്പനിയുടെ കയ്യിൽ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പം ക്ലോസിംഗ് സ്റ്റോക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊരു ബാലൻസിങ് ഫിഗർ കിട്ടും. അതെത്രയാണെന്ന് നോക്കും, നമ്മൾ എടുത്തേക്കുന്ന ഇൻഷുറൻസ് പോളിസി എമൗണ്ട് എത്രയാണെന്ന് നോക്കും, രണ്ടും കമ്പയർ ചെയ്യും. അണ്ടർ ഇൻഷുറൻസ് ഒന്നും അല്ലെങ്കിൽ ആവറേജ് ക്ലോസ് ബാധകമല്ല. അണ്ടർ ഇൻഷുറൻസ് ആണെങ്കിൽ ആ ഒരു പ്രപ്പോർഷനേറ്റ് ആയിട്ട് എമൗണ്ട് നമുക്ക് കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് ഫുൾ എമൗണ്ടും നഷ്ടപരിഹാരം കിട്ടും. ഇതാണ് നമ്മൾ ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്നത് ലോസ് ഓഫ് സ്റ്റോക്ക് പോളിസി. ഇനി എന്താണ് ഈ ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി? ഇത്രയേ ഉള്ളൂ. ഞാൻ പറയുന്ന ഡേറ്റുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒരു കമ്പനിയിൽ തീപിടുത്തം ഉണ്ടായത് ജനുവരി 1, 2018 വിചാരിക്കുക. തീപിടുത്തം ഉണ്ടായിട്ട് കമ്പനി കുറേ നാൾ അടച്ചുപൂട്ടിയിടേണ്ടതായിട്ട് വന്നു. ജൂൺ 30, 2018 വരെ, ജനുവരി 1, 2018 മുതൽ ജൂൺ 30, 2018 വരെ ഈ തീപിടുത്തത്തിൻ്റെ കാരണം കൊണ്ട് കമ്പനി അടച്ചുപൂട്ടിയിടേണ്ടതായിട്ട് വന്നു. ഇൻ കേസ് അവിടെ തീപിടുത്തം നടന്നില്ല, സംഭവിച്ചില്ലായിരുന്നു എന്ന് വിചാരിക്കുക. ഇത്രയും പീരീഡ് 6 മാസക്കാലം കമ്പനി ഒരു പ്രശ്നവും കൂടാതെ വർക്ക് ചെയ്യുമായിരുന്നു. ഈ 6 മാസവും കമ്പനിക്ക് എന്ത് കിട്ടിയേനെ? പ്രോഫിറ്റ് കിട്ടിയേനെ. ഓക്കെ, തീപിടുത്തം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ പറയുന്ന ജനുവരി മുതൽ ജൂൺ വരെയുള്ള 6 മാസം കമ്പനി ആസ് യൂഷ്വൽ വർക്ക് ചെയ്യുമായിരുന്നു. കമ്പനിക്ക് എന്ത് കിട്ടുമായിരുന്നു? പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ തീപിടുത്തം ഉണ്ടായതുകൊണ്ട് കമ്പനിക്ക് എന്ത് സംഭവിച്ചു? ഇത്രയും പീരീഡിലെ പ്രോഫിറ്റ് കിട്ടാതായി. ഓക്കെ, അപ്പം ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി ആണെങ്കിൽ ഇത്രയേ ഉള്ളൂ. തീപിടുത്തം ഉണ്ടായത് കൊണ്ട് കമ്പനിക്ക് അടച്ചുപൂട്ടി ഇടേണ്ടതായിട്ട് വരികയാണെങ്കിൽ ആ പീരീഡിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റിൻ്റെ നഷ്ടം കൂടി ആര് തരും? ഇൻഷുറൻസ് കമ്പനി തരും. ഓക്കെ, where the insured will be compensated also for loss in profit due to interruption in business activity. ബിസിനസ് നിർത്തിവെക്കുന്ന കാരണം കൊണ്ട് അവർക്കുണ്ടായിട്ടുള്ള ആ പ്രോഫിറ്റിൻ്റെ നഷ്ടം കൂടി ആര് തരുന്നതായിരിക്കും? ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരുന്നതായിരിക്കും. ഓക്കെ, എന്തൊക്കെയാണ് കവറേജ് ഓഫ് ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി? ഈ ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യത്തിന് എമൗണ്ട് കിട്ടും? എന്തൊക്കെയാണെന്ന് നോക്കിയേ. ലോസ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഡ്യൂ ടു സ്റ്റോപ്പേജ് ഓഫ് ബിസിനസ്. തീപിടുത്തം കാരണം ബിസിനസ് നിർത്തിവെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത്രയും കാലത്തെ നെറ്റ് പ്രോഫിറ്റ് ആര് തരും? ഇൻഷുറൻസ് കമ്പനി തരും. ദെൻ പേയ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡിംഗ് ചാർജസ് സച്ച് ആസ് സാലറീസ്, റെൻറ്റ്, റേറ്റ് ആൻഡ് ടാക്സസ്. ഒരു കമ്പനി ഇപ്പോൾ തീപിടുത്തം ഉണ്ടായി അടച്ചുപൂട്ടി ഇട്ടു എന്ന് വിചാരിക്കുക. പക്ഷേ എന്നിരുന്നാലും കമ്പനിക്ക് ഇപ്പോഴും കുറേ എക്സ്പെൻസുകൾ പേ ചെയ്തുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരും. ഏതൊക്കെയാണ് എക്സ്പെൻസ്? കമ്പനിയുടെ പെർമനൻറ്റ് വർക്കേഴ്സിന് ശമ്പളം കൊടുക്കണം. കമ്പനി അടച്ചിട്ടേക്കുവാണെങ്കിലും ആ പീരീഡിൽ ശമ്പളം കൊടുക്കണം, അല്ലേ? ഈ കമ്പനി ഇരിക്കുന്ന സ്ഥലം ഒരു വാടകയ്ക്കെടുത്ത സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്തിൻ്റെ റെൻറ്റ് കൊടുക്കണം, ഇലക്ട്രിസിറ്റി ബിൽ, അങ്ങനെ പല കാര്യങ്ങളും കമ്പനി അടച്ചു പൂട്ടിയിരിക്കുന്ന ടൈമിലും പേ ചെയ്യേണ്ടതായിട്ട് വരും. അതും ആര് നമുക്ക് തരും? ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനി ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി ആണെങ്കിൽ നമുക്ക് തരും. Then increased working expenses incurred by the insured during indemnity period in order to maintain normal business activity. ഇൻഡെംനിറ്റി പീരീഡ് എന്ന് വെച്ചാൽ തീപിടുത്തം ഉണ്ടായിട്ട് ബിസിനസ് അടച്ചു പൂട്ടിയിടുന്ന ആ ഒരു പീരീഡാണ്. ആ പീരീഡിൽ നമ്മുടെ ബിസിനസ് വീണ്ടും പഴയപടി ആക്കുവാനായിട്ട് കുറേ അധികം ചിലവ് വന്നിട്ടുണ്ടാവാം. അതാണ് ഇൻക്രീസ്ഡ് വർക്കിംഗ് എക്സ്പെൻസസ്. ഓക്കെ, ആ എക്സ്പെൻസും ആര് നമുക്ക് തരും? ഇൻഷുറൻസ് കമ്പനി നമുക്ക്. ഏത് പോളിസി ആണെങ്കിൽ? ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി ആണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരും. അപ്പോൾ കവറേജ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് തരും, സ്റ്റാൻഡിംഗ് ചാർജസ് നമുക്ക് തരും, ഇൻക്രീസ്ഡ് വർക്കിംഗ് എക്സ്പെൻസസും തരും. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ലോസ് ഓഫ് സ്റ്റോക്ക് ആൻഡ് ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി. ലോസ് ഓഫ് സ്റ്റോക്ക് പോളിസി എക്സിസ്റ്റ് ബൈ ഇറ്റ് സെൽഫ് എന്ന് വെച്ചാൽ
നമ്മളൊരു ഫയർ ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെങ്കിൽ അതിൽ ലോസ് ഓഫ് സ്റ്റോക്കിനുള്ള ആ ഒരു എമൗണ്ട് ആര് തന്നിരിക്കും? ഇൻഷുറൻസ് കമ്പനി തന്നിരിക്കും. അത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഫയർ ഇൻഷുറൻസ് എന്ന് വെച്ചാൽ സ്റ്റോക്കിനുള്ള നഷ്ടമാണ് തരുന്നത്. എന്നാൽ ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി ഗോസ് എലോങ് വിത്ത് ലോസ് ഓഫ് സ്റ്റോക്ക് പോളിസി. ലോസ് ഓഫ് സ്റ്റോക്ക് എന്തായാലും കിട്ടും. നമ്മൾ ആവശ്യപ്പെട്ട് എക്സ്ട്രാ ഒരു പ്രീമിയം കൂടെ കൊടുക്കുകയാണെങ്കിൽ ഏതും കൂടി ആ കൂടെ കിട്ടും? ലോസ് ഓഫ് പ്രോഫിറ്റും കൂടെ കിട്ടും. ലോസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് പോളിസി ഇല്ല. നേരെ മറിച്ച് ലോസ് ഓഫ് സ്റ്റോക്ക് പോളിസിയുടെ ഒപ്പം തന്നെയാണ് ഏതും കൂടെ വരിക? ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസിയും വരിക. ദെൻ ലോസ് ഓഫ് സ്റ്റോക്ക് പോളിസി കവേഴ്സ് മെറ്റീരിയൽ ഓർ ക്യാപിറ്റൽ ലോസ് ഓഫ് സ്റ്റോക്ക് ആൻഡ് അസറ്റ്. അല്ലേ, തീപിടുത്തം ഉണ്ടായ ഒരു കമ്പനി നശിച്ചു പോവുകയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന അസറ്റിനോ സ്റ്റോക്കിനോ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ലോസ് ഓഫ് സ്റ്റോക്ക് പോളിസിയിൽ കിട്ടുക. എന്നാൽ ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസിയിൽ ഡിസ്കണ്ടിന്യൂവൻസ് ഓഫ് ബിസിനസ്സിൻ്റെ ആ ഒരു ടൈം പീരീഡിൽ അവർക്കുണ്ടായിരിക്കുന്ന പ്രോഫിറ്റിൻ്റെ നഷ്ടമാണ് ആര് തരിക? ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരിക. ദെൻ സബ്ജക്റ്റ് മാറ്റർ ഈസ് ടാഞ്ചിബിൾ. അല്ലേ, സ്റ്റോക്കാണ് സബ്ജക്റ്റ് മാറ്റർ. നമുക്കത് കാണാൻ പറ്റുന്ന വസ്തുവാണ്. കത്തിപ്പോയാൽ ആ വസ്തു ഇല്ലണ്ടാവും. എന്നാൽ ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസിയിൽ സബ്ജക്റ്റ് മാറ്റർ ഇൻടാഞ്ചിബിൾ. പ്രോഫിറ്റ് എന്ന് പറയുന്നത് കിട്ടിയെന്ന് നമുക്ക് കണക്ക് കാണിക്കാം, പക്ഷേ അത് തൊട്ട് കാണിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പം ഇൻടാഞ്ചിബിൾ ആണ്. അപ്പോൾ ഇത്രയുമാണ് ലോസ് ഓഫ് സ്റ്റോക്ക് പോളിസിയും ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. ദെൻ ഇമ്പോർട്ടൻറ്റ് ടേംസ് ഇൻ ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട ടേംസ്. ഫസ്റ്റ് വൺ, ഗ്രോസ് പ്രോഫിറ്റ്. It is the sum obtained by adding the amount of the insured standing charges to the net profit. ഒരു ഫോർമുല അവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻഷുവേർഡ് സ്റ്റാൻഡിങ് ചാർജസ്. നമുക്കൊരു കമ്പനിയിലെ കുറേ ഡേറ്റാസ് നമുക്ക് ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസിയുടെ പ്രോബ്ലം തരുമ്പം കുറേ ഡേറ്റാസ് തന്നിട്ടുണ്ടാവും. ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഇൻഷുവേർഡ് സ്റ്റാൻഡിങ് ചാർജസ് കൂട്ടിയാൽ മതി. ഇറ്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻഷുവേർഡ് സ്റ്റാൻഡിങ് ചാർജസ്. സ്റ്റാൻഡിങ് ചാർജസ് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു. കമ്പനി ഈ പറഞ്ഞ അടച്ചു പൂട്ടിയിട്ട ടൈമിലും പേ ചെയ്യേണ്ടതായിട്ട് വരുന്ന കുറേ അധികം എക്സ്പെൻസുകളാണ് സ്റ്റാൻഡിങ് ചാർജസ്. ഓക്കെ, ഇനി എന്താണ് നെറ്റ് പ്രോഫിറ്റ്? ക്വസ്റ്റ്യനിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണ് തന്നേക്കുന്നതെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. നോക്കാം. ഇറ്റ് ഈസ് ദ നെറ്റ് ട്രേഡിംഗ് പ്രോഫിറ്റ് റിസൾട്ടിംഗ് ഫ്രം ദ ബിസിനസ് ഓഫ് ദ ഇൻഷുവേർഡ് at the premises after due provision has been made for all standing charges including depreciation but before deducting tax. നമുക്ക് കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എല്ലാ സ്റ്റാൻഡിങ് ചാർജസും ഡിപ്രീസിയേഷനും സാലറി റെൻറ്റ് അങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസും ഡിപ്രീസിയേഷനും കുറച്ചിട്ട് ടാക്സ് കുറയ്ക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു എമൗണ്ട് ആയിരിക്കും ഏത്? നെറ്റ് പ്രോഫിറ്റ്. നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എല്ലാ എക്സ്പെൻസുകളും ഡിപ്രീസിയേഷനും കുറച്ച് കിട്ടുന്ന ആ എമൗണ്ട് ഏത് മാത്രം കുറയ്ക്കാൻ പാടില്ല? ടാക്സ് മാത്രം കുറയ്ക്കാൻ പാടില്ല. ആ ഒരു ഫിഗറാണ് നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻഷുവേർഡ് സ്റ്റാൻഡിങ് ചാർജസ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എല്ലാ എക്സ്പെൻസും കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫിഗർ. ഓക്കെ, ദെൻ മറ്റൊരു ടേമാണ് ഇൻഷുവേർഡ് സ്റ്റാൻഡിങ് ചാർജസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദോസ് ചാർജസ് specified in the policy which the insured decides to recover in case of an accident. ഒരു തീപിടുത്തം ഉണ്ടായി കഴിയുന്ന സമയത്ത് നമുക്ക് ഇൻഷുറൻസ് കമ്പനി ഏതൊക്കെ എമൗണ്ടിന് കോമ്പൻസേഷൻ തരണം എന്ന് പറഞ്ഞുകൊണ്ടാണോ നമ്മൾ ആ പ്രീമിയം അടയ്ക്കുന്നത്, ആ ഒരു എക്സ്പെൻസുകളാണ് ഇൻഷുവേർഡ് സ്റ്റാൻഡിങ് ചാർജസ്. നമ്മൾ ആ എക്സ്പെൻസ് ഏതൊക്കെയാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമാണ് തീപിടുത്തം ഉണ്ടാകുമ്പം ഇൻഷുറൻസ് കമ്പനി അതിനൊക്കെ നമുക്ക് നഷ്ടപരിഹാരം തരുള്ളൂ. അപ്പം ഏതൊക്കെ ആവാം എന്ന് നോക്കാം. റെൻറ്റ്, റേറ്റ് ആൻഡ് ടാക്സസ് ആവാം, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആവാം. ഇതൊക്കെ ഫിക്സഡ് ആണ്. ഡിബഞ്ചറിൻ്റെ പ്രത്യേകത എന്താണ്? ഫിക്സഡ് ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, ദെൻ സാലറീസ് ഓഫ് പെർമനൻറ്റ് സ്റ്റാഫ് ആവാം, വേജസ് ഓഫ് സ്കിൽഡ് ലേബേഴ്സ് ആവാം, ഡയറക്ടേഴ്സ് ഫീ, ഓഡിറ്റേഴ്സ് ഫീ, അഡ്വർടൈസിങ്, ട്രാവലിംഗ് എക്സെട്ര. ഈ അഡ്വർടൈസിങ് എക്സ്പെൻസ് ഈ പറഞ്ഞ തീപിടുത്തം ഉണ്ടായ ടൈമിലുണ്ടോ എന്ന് നിങ്ങൾക്കൊരു ചോദ്യം വരാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ തീപിടുത്തം ഉണ്ടായ കത്തിപ്പോയത് ഒരു അച്ചാർ കമ്പനിയാണെന്ന് വിചാരിക്കുക, ഒരു പിക്കിൾ മാനുഫാക്ചറിങ് കമ്പനി. പക്ഷേ ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് ഇവരുടെ കുറേയധികം അച്ചാർ കുപ്പികൾ അല്ലേ, ആ ഒരു പിക്കിൾ പാക്കറ്റുകൾ പല ഷോപ്പിൽ കൂടെയും വിൽപ്പനയ്ക്കായിട്ട് എത്തിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. തീപിടുത്തം ഉണ്ടാകുന്ന സമയത്തും പല ഷോപ്പിലും ഇത് ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന സാധനം വിറ്റ് പോകണമെങ്കിൽ ഈ തീപിടുത്തം ഉണ്ടായ ടൈം പീരീഡിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും? പരസ്യം ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. അപ്പം ഈ ടൈം പീരീഡിലും എന്തുണ്ടാവാം? അഡ്വർടൈസിങ്ങിൻ്റെ എക്സ്പെൻസുകൾ ഉണ്ടാവാം. അപ്പം ഇത്തരത്തിലുള്ള എക്സ്പെൻസുകൾ ഏതൊക്കെയാണോ നമ്മൾ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് അതാണ് ഇൻഷുവേർഡ് സ്റ്റാൻഡിങ് ചാർജസ്. ദെൻ മറ്റൊരു ടേമാണ് ടേൺ ഓവർ. ടോട്ടൽ സെയിൽസ് എഫക്റ്റഡ് ഇൻ എ ട്രേഡിംഗ് കൺസേൺ ഡ്യൂറിങ് ദ പീരീഡ്. തീപിടുത്തം ഉണ്ടാകുന്ന സമയത്തും കമ്പനിക്ക് സെയിൽസ് ഉണ്ടാവാം അല്ലേ. തീപിടുത്തം ഉണ്ടായി കത്തിപ്പോകുന്ന ഏതെങ്കിലും ഒരു ഫാക്ടറി ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഷോറൂം ആയിരിക്കും.
പക്ഷേ ഈ സാധനങ്ങൾ പല പല ഷോറൂമിൽ കൂടെയും പല ഫാക്ടറി കൂടെയൊക്കെ ഇരിപ്പുണ്ടാവാം. അപ്പോൾ അതൊക്കെ വീണ്ടും വിൽപ്പന നടന്നു എന്നിരിക്കും. അപ്പം അത്തരത്തിൽ തീപിടുത്തം ഉണ്ടായ സമയത്തും നമുക്ക് ട്രേഡിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ അതാണ് എന്ത്? ടേൺ ഓവർ. ഇനി ആനുവൽ ടേൺ ഓവർ എന്താണെന്ന് നോക്കാം. ടേൺ ഓവർ ഡ്യൂറിങ് ദ 12 month ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ ഡേറ്റ് ഓഫ് ഫയർ. തീപിടുത്തം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പുള്ള 12 മാസത്തെ ആ ഒരു സെയിൽസിന് പറയുന്നതാണ് ആനുവൽ ടേൺ ഓവർ. ടേൺ ഓവർ ഡ്യൂറിങ് ദ 12 month ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ ഡേറ്റ് ഓഫ് ഫയർ. തീപിടുത്തം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പുള്ള 12 മാസത്തെ ആ ടോട്ടൽ സെയിൽസ് ആണ് ആനുവൽ ടേൺ ഓവർ. Then what is indemnity period? Any period not exceeding 12 months from the date of damage during which the financial result of the business unit shall be affected due to fire. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇൻഡെംനിറ്റി പീരീഡ് എന്ന് വെച്ചാൽ തീപിടുത്തം ഉണ്ടായിട്ട് കമ്പനി അടച്ച് പൂട്ടിയിട്ട ആ ഒരു ടൈം പീരീഡാണ് ഇൻഡെംനിറ്റി പീരീഡ്. അപ്പോൾ ശ്രദ്ധിക്കണം, തീപിടുത്തം ഉണ്ടായിട്ടൊരു കമ്പനി 5 വർഷം അടച്ച് പൂട്ടിയിട്ടാൽ ഈ 5 വർഷവും ഇൻഷുറൻസ് കമ്പനി ഈ പറഞ്ഞ പ്രോഫിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ശരിയല്ലേ? തീപിടുത്തം ഉണ്ടായ ഒരു കമ്പനി 5 വർഷം അടച്ച് പൂട്ടിയിട്ടാൽ ഈ 5 വർഷവും കിട്ടാൻ പോകുന്ന പ്രോഫിറ്റിൻ്റെ ആ ഒരു വിഹിതം ഇൻഷുറൻസ് കമ്പനി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ ആർക്ക് നഷ്ടമാണ്? ഇൻഷുറൻസ് കമ്പനിക്ക് നഷ്ടമാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, എത്ര നാൾ വരെ മാക്സിമം ഇൻഷുറൻസ് കമ്പനി പേയ്മെൻറ്റ് നടത്തുള്ളൂ? നോട്ട് എക്സീഡിങ് 12 months. തീപിടുത്തം ഉണ്ടായിട്ട് 12 മാസത്തിനകം കമ്പനി പഴയപടി ആയിരിക്കണം. ആയാലും ഇല്ലെങ്കിലും ഈ 12 മാസത്തേക്കുള്ള പൈസ മാത്രമേ ആര് കൊടുക്കുകയുള്ളൂ? ഇൻഷുറൻസ് കമ്പനി കൊടുക്കുകയുള്ളൂ. ഓക്കെ. അല്ലെങ്കിൽ 5-6 വർഷം എടുക്കുകയാണെങ്കിൽ അത്രയും നാൾ കമ്പനി പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരുന്നാൽ ഇൻഷുറൻസ് കമ്പനി പൊളിഞ്ഞു പോകും. അപ്പം മാക്സിമം തീപിടുത്തം ഉണ്ടായി 12 മാസത്തിനകം ഇവർ പഴയപടി ആയിരിക്കണം. ആ ഒരു പീരീഡാണ് ഇൻഡെംനിറ്റി പീരീഡ്. അടുത്തതാണ് സ്റ്റാൻഡേർഡ് ടേൺ ഓവർ. പീരീഡ് കറസ്പോണ്ടിങ് ടു ഇൻഡെംനിറ്റി പീരീഡ് ഇൻ 12 months ഇമ്മീഡിയറ്റ്ലി ബിഫോർ ഡാമേജ്. എന്താണെന്ന് നോക്കാം. നമ്മുടെ കമ്പനി തീപിടുത്തം ഉണ്ടായി അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നത് 1/8/2016 മുതൽ 30/11/2016 വരെയാണ്. ഓക്കെ. 2016 എന്നാണ് ഓഗസ്റ്റ് 1 മുതൽ 2016 നവംബർ 30 വരെയാണ് കമ്പനി അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തലേ വർഷത്തെ ഇതേ ടൈം പീരീഡിലെ സെയിൽസ് ആണ് എന്ത്? സ്റ്റാൻഡേർഡ് ടേൺ ഓവർ. ഇതിന് തുല്യമായ തലേ വർഷത്തിലെ ഇതേ പീരീഡ് എന്ന് പറയുമ്പോൾ ഏത് വരും? നമ്മുടെ ഇപ്പോഴത്തെ വർഷം ഓഗസ്റ്റ് 1, 2016. അപ്പം തലേ വർഷം ഓഗസ്റ്റ് 1, 2015 മുതൽ ഈ വർഷം 30/11/2016 ആയിരുന്നെങ്കിൽ തലേ വർഷം 30/11/2015 വരെ. ഇതിന് തുല്യമായ കഴിഞ്ഞ വർഷത്തെ ടൈം പീരീഡിലെ സെയിൽസ് ആണ് സ്റ്റാൻഡേർഡ് ടേൺ ഓവർ. തീപിടുത്തം ഉണ്ടായി കമ്പനി അടച്ചു പൂട്ടിയിട്ടേക്കുന്ന ഈ വർഷത്തിന് തുല്യമായ തൊട്ട് മുന്നിലത്തെ വർഷത്തെ ആ ടൈം പീരീഡാണ്. ആ ടൈം പീരീഡിലെ സെയിൽസ് ആണ് എന്ത്? സ്റ്റാൻഡേർഡ് ടേൺ ഓവർ. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതൊക്കെ ആവശ്യമായിട്ട് വരും. ടേംസുകൾ കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചു വയ്ക്കുക. ഓക്കെ. ദെൻ വാട്ട് ഈസ് ഷോർട്ട് സെയിൽ? ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ടേൺ ഓവർ ആൻഡ് ആക്ച്വൽ ടേൺ ഓവർ ഓഫ് ഇൻഡെംനിറ്റി പീരീഡ്. സ്റ്റാൻഡേർഡ് ടേൺ ഓവർ ഏതാണെന്ന് പറഞ്ഞു? തീപിടുത്തമുണ്ടായ ഈ വർഷത്തിന് തുല്യമായ കഴിഞ്ഞ വർഷത്തെ ആ സെയിം പീരീഡിലെ സെയിൽസ് ആണ് സ്റ്റാൻഡേർഡ് ടേൺ ഓവർ. അതും തീപിടുത്തമുണ്ടായ ആ വർഷത്തെ ഈ മാസങ്ങളിലെ സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഷോർട്ട് സെയിൽ. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു ട്രെൻഡ് ഇൻ ടേൺ ഓവർ തരാറുണ്ട്. ട്രെൻഡ് ഇൻക്രീസോ ഡിക്രീസോ ട്രെൻഡ് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഫോർമുലയിൽ ചെറിയൊരു വ്യത്യാസം വരും. സ്റ്റാൻഡേർഡ് ടേൺ ഓവറിൽ നിന്ന് ആക്ച്വൽ ടേൺ ഓവർ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഷോർട്ട് സെയിൽ. ക്വസ്റ്റ്യനിൽ ട്രെൻഡ് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ട്രെൻഡ് ആണെങ്കിൽ ആഡ് ചെയ്യുക, നെഗറ്റീവ് ട്രെൻഡ് ആണെങ്കിൽ കുറയ്ക്കുക. ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കണ്ടത് എന്താണ് ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി, എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ലോസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് സ്റ്റോക്ക്, ദെൻ സം ഇമ്പോർട്ടൻറ്റ് ടേംസ് റിലേറ്റഡ് ടു ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി. ഇത് സ്ഥിരമായിട്ട് നമ്മളിതിന് ഏതെങ്കിലും ടേംസൊക്കെ MG യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനുകളിൽ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അപ്പം എല്ലാവരും ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. താങ്ക് യു.